എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി ഇലയുടെയാണ്. വൈകുന്നേരം ആയാൽ പോലും നല്ല സൂപ്പർ സോഫ്റ്റായിട്ടിരിക്കുന്ന ടേസ്റ്റി ഇലയുടെയാണ്. അപ്പോൾ ഇതൊരു വീഡിയോ കാണണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല തൊട്ടടുത്താണെന്ന കുഞ്ഞു ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഇലയുടെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിനുള്ളിലെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് പൊടിഞ്ഞ ശർക്കരയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല, ഒരു 1/4 കപ്പ് മതിയാകും. അപ്പം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉരുക്കിയെടുത്തിട്ട് അതിൽ അഴുക്കൊക്കെ നമ്മൾ അരിച്ച് കളഞ്ഞ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഈ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇനി ഇതിലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് അവൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ തിരിങ്ങിയതാണ് ഞാൻ ചേർക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് അവൽ വേണമെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ഫുള്ളായിട്ടും തേങ്ങ തന്നെ ചേർക്കാം. അപ്പോൾ അവൽ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് തേങ്ങ കുറച്ച് ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല, കാരണം തേങ്ങയുടെ സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ചൂടുവെള്ളത്തിലാണ് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ നേരം ഞാൻ കുതിർത്തിട്ടുണ്ട്. അത്രയും നേരം ഒന്നും കുതിർക്കേണ്ട ആവശ്യമില്ല. ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ മാത്രം കുതിർത്താൽ മതിയാകും. നല്ല ചൂടുവെള്ളത്തിലാകുമ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ടൊന്നും കിട്ടത്തില്ല, ജസ്റ്റ് കുറച്ച് തരികളൊക്കെ കാണും. അപ്പം മാക്സിമം വെള്ളം കുറച്ച് ഉപയോഗിച്ച് അരച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഊറ്റി വെച്ചതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതിയാകും. ഇതാണ് നമ്മളുടെ പരുവം. അപ്പോൾ വെള്ളം ഒരിക്കലും കൂടി പോകരുത്, നമ്മുടെ ബാറ്റർ ലൂസായി പോവുകയേ ചെയ്യരുത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണം, ലൂസായി പോയാൽ ഇത് ശരിയാവത്തില്ല. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ ഉപ്പൊക്കെ ചേർത്ത് നല്ലൊരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ വാഴയിലോട്ട് പരത്തിയെടുക്കാം. ഞാൻ വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതാണ്. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വാഴയിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചാണ് ഇത് പരത്തുന്നത്. അപ്പം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതുപോലെ പരത്തി കൊടുക്കാം. നമ്മളുടെ ബാറ്റർ ലൂസായി പോയാൽ നമുക്ക് ഒരിക്കലും ഇതുപോലെ പരത്തിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്, നല്ല രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. തീരെ അങ്ങ് കട്ടി കുറവുമല്ല, ഒരുപാട് അങ്ങ് കട്ടി കൂട്ടിയും പരത്തരുത്. കാരണം തീരെ കട്ടി കുറയ്ക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്, വേഗം തന്നെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഫില്ലിങ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം, ചുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഏലക്ക മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫില്ലിങ്സ് വെക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുത്തി നിറച്ച് വെക്കണം എന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് സോഫ്റ്റാണ്. അപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ്സ് വെക്കാം. ഒരുപാട് കുത്തി നിറച്ച് വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ഇത് പഞ്ചസാരയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര താല്പര്യം ഇല്ലാത്തവർ പഞ്ചസാര ഇതുപോലെ പാനിയാക്കിയ ശേഷം അതിലേക്ക് നമ്മളുടെ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള അവലോ തേങ്ങയോ ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒലിച്ചൊന്നും പോവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ ഇഡ്ഡലിക്കുട്ടകത്തിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇഡ്ഡലിക്കുട്ടകത്തിൽ വെക്കുമ്പം ഒരുമിച്ച് വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നേരം എടുക്കും അപ്പോൾ അത് കുക്കായി കിട്ടാനായിട്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഒന്നെങ്കിൽ തിരിച്ചിട്ടൊക്കെ വേവിക്കാം. ഞാനിപ്പോൾ 3 വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ 15-20 മിനിറ്റ് മതിയാകും ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ അത്രയും നേരം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം.
ഇലയുടെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ആവി വരുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ഇലയുടെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വൈകുന്നേരം ആയാലും നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നുറുക്കുഗോതമ്പ് കൊണ്ടുള്ള വേറെയും റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.